നമസ്കാരം. ഇതൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേലൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തോടനുബന്ധിച്ച് മേലൂർ വേട്ടക്കുരുമകൻ കോട്ടത്തിലെ വേട്ടക്കുരുമകൻ തെയ്യത്തെ പറ്റിയാണ്. എല്ലാ വർഷവും ധനുമാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഉത്തര കേരളത്തിലെ നായർ സമുദായക്കാരുടെ തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേട്ടക്കുരുമകൻ തെയ്യം. ശിവൻ്റെയും പാർവതിയുടെയും മകനാണ് വേട്ടക്കുരുമകൻ. തൻ്റെ സ്വകാര്യ ആയുധമായ പാശുപതാസ്ത്രം നൽകാനായി ശിവൻ തൻ്റെ കിരാതാവതാരത്തിൽ ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ അർജുനൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. ദേവി പാർവതിയും വേട്ടക്കാരിയായി ശിവനോടൊപ്പം അനുഗമിച്ചു. അർജുനന് പാശുപതാസ്ത്രം നൽകിയ ശേഷം ദിവ്യദമ്പതികൾ കുറച്ചുകാലം ഒരേ രൂപത്തിൽ കാട്ടിൽ പല സ്ഥലങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞു. ഈ കാലയളവിൽ അവർക്ക് ജനിച്ച ഒരു മകനായിരുന്നു വേട്ടക്കുരുമകൻ, അല്ലെങ്കിൽ വേട്ടയാടലിനിടെ ജനിച്ച മകൻ. ആ കുട്ടി വളരെ നികൃഷ്ടനായിരുന്നു. വേട്ടയാടലിനിടെ അദ്ദേഹം നിരവധി അസുരന്മാരെ കൊന്നൊടുക്കി. എന്നാൽ വില്ലും അമ്പും സ്വതന്ത്രമായി ഉപയോഗിച്ച അദ്ദേഹം ദേവന്മാർക്കും ഋഷികൾക്കും അനന്തമായ ബുദ്ധിമുട്ടുകൾ നൽകി. അവൻ്റെ കുഴപ്പം സഹിക്കാൻ കഴിയാതെ അവർ ആദ്യം ബ്രഹ്മാവിനെ സമീപിച്ചു. ആ കുട്ടി ശിവൻ്റെ മകനായതിനാൽ ബ്രഹ്മാവ് അവരുടെ അപേക്ഷ നിരാകരിച്ചു. ഒടുവിൽ അവർ ശിവൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ അവൻ ഒരു ആൺകുട്ടി ആയതിനാൽ വികൃതിയാണെന്നും അവൻ വലുതാകുമ്പോൾ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് ശിവഭഗവാൻ അവരെ തള്ളിക്കളഞ്ഞു. അവസാന ആശ്രയമെന്ന നിലയിൽ അവർ വിഷ്ണു ഭഗവാനെ സമീപിച്ചു. വിഷ്ണു ഭഗവാൻ ഉടൻ തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു പഴയ വേട്ടക്കാരൻ്റെ രൂപത്തിൽ എത്തി. വിഷ്ണുദേവൻ ആ കുട്ടിയുടെ മുന്നിൽ ഒരു മനോഹരമായ സ്വർണ്ണച്ചുരിക പ്രദർശിപ്പിച്ചു. ആ കുട്ടിയെ ഈ സ്വർണ്ണച്ചുരിക വളരെയധികം ആകർഷിച്ചു. അവൻ അത് നൽകുവാൻ വിഷ്ണുദേവനോട് അപേക്ഷിച്ചു. പക്ഷേ അത് നൽകുവാൻ ഒരു നിബന്ധന ഉണ്ടെന്ന് വിഷ്ണുദേവൻ പറഞ്ഞു. അത് ഇപ്രകാരമായിരുന്നു: ജനങ്ങളെ ദ്രോഹിക്കുന്നതിനു പകരം അവരെ സംരക്ഷിക്കണമെന്നായിരുന്നു. ആ കുട്ടി ഈ നിബന്ധന സമ്മതിച്ചു. പിന്നീട് വേട്ടക്കുരുമകൻ ഭൂമിയിലേക്ക് പോയി. പിന്നീട് നിരവധി പർവ്വതങ്ങളും വനങ്ങളും നദികളും കടന്ന് വടക്കൻ കേരളത്തെത്തി. പിന്നീട് കുറുമ്പനാട് രാജാക്കന്മാരുടെ കുടുംബദേവതയായി വാണു. ഇന്നും ഉത്തര കേരളത്തിലെ പല കോട്ടങ്ങളിലും വേട്ടക്കുരുമകൻ തെയ്യം കെട്ടിയാടുന്നു.